നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടില്ലാത്തത്, എന്നാൽ കേട്ടിട്ടില്ലാത്തത്, നമ്മൾ പറഞ്ഞറിഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരുപാടധികം ജീവികളുണ്ടല്ലേ നമുക്ക് ചുറ്റും. എന്നാൽ അത്തരത്തിലുള്ളൊരു ജീവിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബ്ലൂ റിംഗ്ഡ് നീരാളിയേട്ടാ. ഇദ്ദേഹത്തിനെ കാണാൻ അതിസുന്ദരനാണ്. പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഹമ്മദ് അർഹാൻ. ഈ സുന്ദരനെ കാണുമ്പോൾ ആർക്കും ഒന്ന് തൊടാൻ തോന്നും, പക്ഷേ തൊട്ടാൽ മരണം ഉറപ്പാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികളിൽ ഒന്നാണ് ബ്ലൂ റിംഗ്ഡ് നീരാളി. ഈ നീരാളിക്ക് ഒരു ഗോൾഫിംഗ് ബോളിൻ്റെ അത്രമേ വലിപ്പമുള്ളൂ. സാധാരണയായി ഇവയെ മഞ്ഞ നിറത്തിലാണ് കാണാറുള്ളത്. എന്നാൽ പേടിയോ ദേഷ്യമോ വന്നാൽ ഇവയുടെ ശരീരത്തിൽ തെളിയുന്ന നീല വളയങ്ങൾ ഒരു വലിയ അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ്. ഇവയുടെ ഉമിനീരിൽ ടെട്രോടോക്സിൻസ് എന്ന അതിശക്തമായ വിഷമുണ്ട്. ഇതിന് സൈനൈഡിനേക്കാൾ 1200 മടങ്ങ് വീര്യവുമുണ്ട് ഈ കൊച്ചു നീരാളിയിലെ വിഷത്തിന്. ഒരേ സമയം 26 മുതിർന്ന മനുഷ്യരെ കൊല്ലാനുള്ള ശേഷിയുണ്ട്. കടി തിരിച്ചറിയില്ല. ഇവ കടിക്കുന്നത് ഒരു കൊതുക് കടി ഏറ്റതുപോലെ മാത്രമേ തോന്നുകയുള്ളൂ. അതിനാൽ പലപ്പോഴും ആളുകൾക്ക് കടിയേറ്റ കാര്യം തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ ശരീരം തളരും, ശ്വാസം മുട്ടും, നമ്മൾ മരണത്തിന് കീഴടങ്ങും. എന്നാൽ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? പാമ്പ് കടിയേറ്റാൽ വരെ മരുന്നുണ്ട്, പക്ഷേ ഇവൻ്റെ വിഷത്തിന് ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സുന്ദരനെ കണ്ടാൽ ദൂരെ നിന്ന് നോക്കുന്നതാണ് എപ്പോഴും ഉചിതം. അമേരിക്കയ്ക്കും ചൈനയ്ക്കും പോലും ഇല്ലാത്ത ഒരു ബ്രഹ്മാസ്ത്രം ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഏതാണെന്നറിയണോ? അടുത്ത വീഡിയോയിലേക്ക് പോകാം. 1980കളുടെ അവസാനത്തിൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓപ്പറേഷണൽ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേരിട്ടിരിക്കുന്നത്. ബ്രഹ്മോസിൻ്റെ വേഗത മാക് 2.8 മുതൽ മാക് 3 വരെയാണ്. അതായത് ശബ്ദത്തെക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകും. ഇതൊരു ക്രൂയിസ് മിസൈലാണ്. അതായത് ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ ഉയരത്തിൽ പോയി താഴത്തേക്ക് പതിക്കുന്നതിന് പകരം ഭൂമിക്ക് സമാന്തരമായി താഴ്ന്ന ഉയരത്തിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഇത് ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ബ്രഹ്മോസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് കരയിൽ നിന്നും കടലിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ സാധിക്കും. ഇതിൽ ഉപയോഗിക്കുന്നത് റാംജെറ്റ് എഞ്ചിനാണ്. പറക്കുന്നതിനിടയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ് ഇത് ഉയർന്ന വേഗത നിലനിർത്തുന്നത്. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെയും സാങ്കേതിക മികവിൻ്റെയും അടയാളമാണ് ബ്രഹ്മോസ്. ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ പോലും സമയമില്ലാതെ ലക്ഷ്യം ഭേദിക്കാനുള്ള അതിൻ്റെ ശേഷി ലോകപ്രസിദ്ധമാണ്. നമുക്ക് ചുറ്റും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാറുണ്ടല്ലേ? അത്തരത്തിലൊരു അത്ഭുതമാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. തിമിംഗലങ്ങൾ സസ്തനികളായതിനാൽ അവ കുഞ്ഞുങ്ങളെ മുലയൂട്ടിയാണ് വളർത്തുന്നത്. പക്ഷേ കരയിലെ ജീവികളിൽ നിന്നും വ്യത്യസ്തമായി വെള്ളത്തിനടിയിൽ പാൽ നൽകുന്നു. കടൽ വെള്ളത്തിൽ പാൽ കലരാതിരിക്കാൻ പ്രകൃതിദത്തമായ ചില വിദ്യകളും ഇവയ്ക്കുണ്ട്. ഇവയുടെ പാലിന് ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ പകുതി ഉരുക്കിയ വെണ്ണയുടെ അത്രയും കട്ടിയുണ്ട്. ഇതിൽ 35% മുതൽ 50% വരെ കൊഴുപ്പുള്ളതിനാൽ കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ ബ്ലംബർ എന്ന സംരക്ഷണ കൊഴുപ്പ് പാൽ രൂപപ്പെടുന്നു. ഇത് തണുത്ത കടൽ വെള്ളത്തിൽ ജീവിക്കാൻ അനിവാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് പാൽ നുണയാതെ അമ്മ തിമിംഗലം പേശികൾ ഉപയോഗിച്ച് പാൽ നേരിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് പമ്പ് ചെയ്യുകയാണ്. ഒരു തിമിംഗല കുഞ്ഞ് ദിവസം 150 മുതൽ 200 ലിറ്റർ വരെ പാൽ കുടിക്കും. ദിവസേന ഏകദേശം 90 കിലോ വരെ ഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. കടലിലെ ഈ വമ്പൻ ജീവി കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി പ്രകൃതിയുടെ ഏറ്റവും അത്ഭുതങ്ങളിൽ ഒന്നാണ്. മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ കിട്ടും, അതൊക്കെ പണ്ടത്തെ കഥ. ഇനി മുതൽ ക്യാൻസറും കിട്ടും, ജനിതക വ്യതിയാനങ്ങളും കിട്ടും. എന്താ കഥ എന്നറിയോ? ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയൊരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, മുട്ടയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് നൈട്രോഫ്യൂറാൻ എന്നും നൈട്രോ ഇമിഡസോൾ എന്നും പറയുന്ന 2 കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എന്താണ് സാധനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജീനോടോക്സിറ്റി അല്ലെങ്കിൽ DNA തന്നെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സാധനമാണ്. മാത്രമല്ല ഇമ്മ്യൂണിറ്റി വളരെ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ ക്യാൻസർ ഉണ്ടാക്കാൻ വരെ കാരണമാകുന്ന കെമിക്കൽ സാധനങ്ങളാണ് ഈ 2 സാധനങ്ങൾ. അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങൾ ഇത് നിരോധിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. കോഴി വളർത്തൽ മേഖലയിൽ ഇന്നും ഇന്ത്യയിൽ ഒരുപാട് പേർ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് നോക്കേണ്ടത്?
FSSAI അപ്പോൾ ഇവരുടെ ജോലിയൊന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഈ ഒരു കെമിക്കൽ സാധനങ്ങളിലൊക്കെ അവർ പറയുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ആണ്. മറ്റു രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ള സാധനം 1% വരെ ഭക്ഷണത്തിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതെന്താ, ഇന്ത്യൻസിന് വല്ല സൂപ്പർ പവറോ മറ്റോ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ പ്രോട്ടീനൽ ഡെഫിഷ്യൻസി ഉള്ള ഈ രാജ്യത്ത് 0.7% മുട്ടയിൽ ഇത് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. FSSAI ഇവരുടെ പണി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത് കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങി പ്രൈവറ്റായിട്ടുള്ള ലാബുകളിൽ പോയി ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥ വരുമോ എന്നൊന്നും അറിയില്ല. നല്ലൊരു ബ്രാൻഡ് എന്ന് വിശ്വസിച്ചിരുന്ന എഗോസ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇപ്പോൾ ഇത്രയും സ്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.